സോണൽ കൃഷ്ണയാണ് ചേരുന്നത്. സോണൽ, അവിടുത്തെ സാഹചര്യം പറയും. ഞാനുള്ളത് വെളിയങ്കോട് തണ്ണിത്തുറ പത്തുമുറി റോട്ടിലാണ്. ഫിഷറീസിന്റെ റോഡാണ്. പക്ഷേ ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കെട്ടി അടച്ചിരിക്കുകയാണ്. അതിന് കാരണം ഈ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കടലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കത് ക്യാമറ പുറകോട്ട് തിരിച്ചാൽ കാണാം. ഈ റോഡ് ഇങ്ങനെ വന്ന് ഏകദേശം ഈ വളയുന്ന ഭാഗത്ത് പൂർണ്ണമായി ഈ റോഡ് കടലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വരെ ഈ റോഡ് പൂർണ്ണ നിലയിലായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ കടൽ കയറുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ റോഡ് പൂർണ്ണമായി തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റോഡാകെ പോയില്ലേ? അതെ, റോഡ് പോയി. ഒരു രണ്ട് നാടിനെ ബന്ധിപ്പിച്ചിരുന്ന ഒരു റോഡായിരുന്നു. തീരദേശത്തെ ജനങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമായിട്ടുള്ള റോഡാണ്. ആ റോഡാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ കടൽഭിത്തി ഇല്ലാത്തതാണ് കാരണം, പ്രധാന കാരണം അല്ലേ? തീർച്ചയായിട്ടും കടൽഭിത്തി, അത് ശാശ്വതമായിട്ടുള്ള കടൽഭിത്തിയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് 12 കിലോമീറ്ററാണ് തീരദേശം വരുന്നത്. ആ തീരദേശത്തിനകത്ത് 12 കിലോമീറ്ററും ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയ പഠനം നടത്തി ടെട്രോപാഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിന് പഠനം നടത്തി ADB പോലുള്ള ലോകബന്ധപ്പെട്ട് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു, സ്ഥലം സന്ദർശിച്ചിരുന്നു, മത്സ്യത്തൊഴിലാളികളായിട്ട് സംസാരിച്ചു. അവരതിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് 3 കോടി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കി തുക ലോകബാങ്കിൻ്റെ നിന്ന് വാങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ അറിയാൻ കഴിഞ്ഞു 3-ാം തീയതി ഇവിടെ ഒരു പഠനം നടത്താൻ വരുന്നുണ്ട്, ഉദ്യോഗസ്ഥ സംഘം വരുന്നു. ശരി, കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ ആളുകൾ ഭീതിയാണ് തുറന്നു പറയുന്നത്.